ഹായ് ഫ്രണ്ട്സ്, നോട്ട്സ് ബുക്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലുള്ള പേജ് നമ്പർ 18 എക്സസൈസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, ഒരു സീക്വൻസ് തന്നാൽ എങ്ങനെയാണ് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ് 2, 5, 8, 11 എക്സെട്ര ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അടുത്തടുത്തുള്ള രണ്ട് ടേംസ്, അതായത് 5 - 2 ചെയ്യാം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എന്താണെന്ന് നോക്കുക. അതായത് ഇവിടെ 5 - 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, പിന്നെ അതേപോലെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം നോക്കാം. അപ്പോൾ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 8 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 3. then അടുത്തത് തന്നിട്ടുള്ളത് 11 ആണ്, ഫോർത്ത് ടേം ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ഇസ് ഈക്വൽ ടു 11 - 8 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 3. ഇപ്പോൾ ഒരു സീക്വൻസ് തന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഗീവ് റീസൺസ് ഫോർ ദ അരിത്തമെറ്റിക് സീക്വൻസസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ. ഓക്കെ, അത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നോക്കാം. ഫസ്റ്റ്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സെക്കൻഡ് വൺ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. തേർഡ്, sequence of fractions got as half the odd numbers. Fourth, sequence of powers of 2. Fifth, sequence of reciprocals of natural numbers. ഇവിടെ എന്താ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്, താഴെ കുറച്ച് സീക്വൻസസ് തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ആണെന്നുണ്ടെങ്കിൽ അതിനെന്താ റീസൺ എന്ന് പറയണം, പിന്നെ അതിൻ്റെ കോമൺ ഡിഫറൻസും കാണണം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക, അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ കോമൺ ഡിഫറൻസും കൂടെ കാണാം. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 1, 3, 5, 7 എക്സെട്ര. അപ്പോൾ ഇതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കറിയാം. ഇനിയിപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എല്ലാത്തിൻ്റെയും ടേംസ് തമ്മിൽ, അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 7 - 5 എന്താ വരുന്നത്, 2 ആണ്. ദെൻ നെക്സ്റ്റ് 5 - 3 അതും 2 ആണ്. ദെൻ 3 - 1 അതും 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്, D is equal to 2 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കറിയാം അല്ലേ. 2, 4, 6, 8 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഓരോ അഡ്ജസൻറ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യാം, സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 - 6 എന്ന് പറയുന്നത് 2 ആണ്. 6 - 4 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 4 - 2 എന്ന് പറയുന്നതും 2 ആണ്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്, 2 ആണ്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, സെയിം വാല്യൂ തന്നെയാണ് അടുത്തടുത്തുള്ള ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മളിപ്പോൾ കണ്ടു. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ് എടുക്കുക, അതാണ് ഓരോ ടേമും ഇവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഓൾറെഡി എഴുതി. 1, 3, 5, 7 ഇങ്ങനെയാണ് അത് പോയത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഒരു /2 വരും. എല്ലാ ടേംസിനും ഒരു /2 വരും. അപ്പോൾ 1/2, 3/2, 5/2, 7/2 ഇങ്ങനെയായിരിക്കും ഈ സീക്വൻസ് വരിക. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം, മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കിയിട്ട് എഴുതാം അല്ലേ. 1/2 ദെൻ 3/2 എങ്ങനെ എഴുതാം, 1/2 എന്ന് എഴുതാം. ദെൻ 2 1/2 3 1/2 ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഇപ്പോൾ 3/2 എന്നുള്ളതിനെ നമുക്ക് 1/2 എന്നൊക്കെ മാറ്റി എഴുതാം. 5/2 എന്നുള്ളതിനെ 2 1/2 എന്ന് എഴുതാം. 7/2 എന്നുള്ളതിനെ 3 1/2 എന്ന് എഴുതാം. ഇനിയിപ്പോൾ ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ നോക്കാം, ഇപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 1.5 മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ 1 വരും. അതേപോലെ ഇവിടെ 1.5 ഉണ്ട്, 2.5 ഉണ്ട്. അപ്പോൾ 2.5 എന്ന്, അതായത് 2.5 നിന്ന് നമ്മൾ 1.5 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. അതേപോലെ 3.5 ഉണ്ട്, 3.5 നിന്ന് 2.5 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1, d ഇസ് ഈക്വൽ ടു 1. എല്ലായിടത്തും സെയിം വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. അപ്പോൾ ഇവിടെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 2ൻ്റെ പവേഴ്സിൻ്റെ ഒരു സീക്വൻസ്, അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പവേഴ്സ് ഓഫ് 2ൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാം. 2⁻0, 2⁻1, ദെൻ നെക്സ്റ്റ് 2⁻2, 2⁻3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏതിൻ്റെ പവർ 0 ആയിക്കഴിഞ്ഞാൽ, ഏതിൻ്റെയും പവർ 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ 2⁻0 is equal to 1. ദെൻ 2⁻1 2 ആണ്. 2⁻2 4, 2⁻3 എന്ന് പറയുന്നത് 8 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാം. 8 മൈനസ് 4 എന്താ വരുന്നത്, 4. ദെൻ 4 - 2. അപ്പോൾ ഇവിടെ എന്താണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ല അല്ലേ. അപ്പോൾ ഇതെന്താ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് കാണാം. എന്നിട്ട് ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാമല്ലേ, 1 2 3 ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒരു ബൈ 1 എന്താണ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു നമ്പർ ജസ്റ്റ് തന്നാൽ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് 1 കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 1 2 3 എന്നുള്ള ഈ നാച്ചുറൽ നമ്പേഴ്സിനെ 1/1 2/1 3/1 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആണ് കാണേണ്ടത്. ഓക്കെ, റെസിപ്രോക്കൽസിൻ്റെ സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ വരും, 1ൻ്റെ 1/1 തന്നെ വരും. ദെൻ നെക്സ്റ്റ് 1/2, നെക്സ്റ്റ് 1/3 എക്സെട്ര. ഓക്കെ, ഇപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാം. 1/3 മൈനസ് 1/2. 1/3 മൈനസ് 1/2 എന്താ ചെയ്യുക, ഇങ്ങനെ കാണാം. 1/3 മൈനസ് 1/2 എങ്ങനെ കാണാം, ഇവിടെ LCM എടുക്കുക. LCM എന്താണ്, 3ൻ്റെയും 2ൻ്റെയും LCM 6 ആണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2 - 3 വരും. അപ്പോൾ ഇവിടെ -1/6 എന്നാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ -1/6. ഇനി അടുത്തത് എന്താ കാണേണ്ടത്, 1/2 മൈനസ് 1/1. അതായത് ഇത് നമുക്ക് എങ്ങനെ ഇതാ 1/2 മൈനസ് 1 അല്ലേ. അപ്പോൾ ഒന്നും അരയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അര തന്നെ. അപ്പോൾ 1/2 തന്നെ വരും. സൈന് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈന് കൊടുക്കുക, അപ്പോൾ -1/2. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് -1/2. അപ്പോൾ ഇവിടെ എന്താണ്, ഡിഫറൻസ് സെയിം അല്ല, സെയിം വാല്യൂ അല്ല വരുന്നത്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. Second question, look at these pictures. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സ് ഇതേ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ഇവിടെ
എത്ര സ്ക്വയേഴ്സാണ് കളർ ചെയ്തിട്ടുള്ളത്? 1 2 3 4 5 6 7 8 ആണ്. ദെൻ നെക്സ്റ്റിലുള്ളത് 1 2 3 4 5 6 7 8 9 10 11 12. അതേപോലെ ഇവിടെ 5 സ്ക്വയേഴ്സ്, ഇവിടെയും 5 സ്ക്വയേഴ്സ്, അങ്ങനെ 10 വരും. ദെൻ 10 ഇവിടെ 1 2 3 4 5 6 10 + 6 16. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം അങ്ങനെ കൂടി പോകുന്നത്. അപ്പോൾ എത്ര നമ്പേഴ്സ് വെച്ചിട്ടാണ് കൂടുന്നത്? ഇവിടെ സീക്വൻസ് 8 12 16 ഇങ്ങനെ പോകുന്നു. സോ നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടു നോക്കാം. 16 - 12 എന്ന് പറയുന്നത് 4 ആണ്. 12 - 8 എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ എന്താണ്, 4 സ്ക്വയേഴ്സ് വെച്ചിട്ടാണ് ഓരോ ഇമേജിലും കൂടി പോകുന്നത്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. See the pictures below. How many small squares are there in each rectangle? How many large squares? Then how many squares in all? Continuing this pattern is each such sequence of numbers and arithmetic sequence. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സിൽ ഓരോന്നിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ആദ്യത്തെ സീക്വൻസ് കാണേണ്ടത്. ഓക്കെ, നമ്മൾ കുറച്ച് സീക്വൻസ് 3 സീക്വൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ റെക്റ്റാങ്കിളും, അതായത് ഓരോ ഇമേജിലും, ഇതിപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഇത് ഫോർത്ത് ടേം ആണ്. അപ്പോൾ ഓരോ റെക്റ്റാങ്കിൾസിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ടേമിലുള്ളത് 2 സ്മോൾ സ്ക്വയേഴ്സ് ആണ്. ദെൻ അടുത്ത ടേം, അതായത് സെക്കൻഡ് ടേമിൽ 1 2 3 4 സ്ക്വയേഴ്സ്, സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. ദെൻ തേർഡ് ടേമിൽ 1 2 3 4 5 6. ദെൻ നെക്സ്റ്റ് 1 2 3 4 5 6 7 8. ഓക്കെ, 8 സ്ക്വയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഫോം ചെയ്തു. ഓക്കെ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ഇപ്പോൾ ലാർജ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിൽ നോക്കുമ്പോൾ ലാർജ് സ്ക്വയർ ഒന്നുമില്ല അല്ലേ, ഇതൊരു റെക്റ്റാങ്കിൾ പീസാണ്. അപ്പോൾ ഇവിടെ 0 ഫസ്റ്റ് ടേം. ദെൻ നെക്സ്റ്റ് ടേമിൽ ഇതൊരു ലാർജ് സ്ക്വയർ, ഇതൊരു സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതൊരു 1 ലാർജ് സ്ക്വയർ ആണ് സെക്കൻഡ് ഇമേജിലുള്ളത്. അപ്പോൾ 1 കിട്ടി. ദെൻ അടുത്ത ടേമിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരും. ഓക്കെ, ഈ ഒരു പോർഷൻ. ദെൻ അടുത്തത് ഇങ്ങനൊരു സ്ക്വയർ വരും. അപ്പോൾ 2 ലാർജ് സ്ക്വയേഴ്സ് ആണുള്ളത്. സോ 2. ദെൻ അടുത്ത ഇമേജ് നോക്കുമ്പോൾ ഇവിടെ ഇതൊരു സ്ക്വയർ ആയിട്ട് വരും, ലാർജ് സ്ക്വയർ ആയിട്ട് വരും ഈ ഒരു പോർഷന്. ദെൻ അടുത്തത് ഈ ഒരു പോർഷന്. ദെൻ തേർഡ് ആയിട്ട് ഇവിടെ ഒരു പോർഷൻ. അങ്ങനെ 3 ലാർജ് സ്ക്വയേഴ്സ് ആണ് ഫോർത്ത് ടേമിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സീക്വൻസ് ആയി. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ എന്താ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്നാണ് പറഞ്ഞത്. അതായത് ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ആണ് ഓരോ ടേമിലും ഉള്ളത്. അപ്പോൾ അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ സ്മോൾ സ്ക്വയേഴ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്മോൾ സ്ക്വയേഴ്സിൻ്റെ എണ്ണം എത്രയെന്ന് കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ ലാർജ് സ്ക്വയേഴ്സിൻ്റെ എത്ര എണ്ണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സം ചെയ്താൽ പോരെ ടോട്ടൽ കിട്ടാൻ. അപ്പോൾ ആദ്യത്തെ ടേമിൽ 2 + 0 2 വരും. ദെൻ നെക്സ്റ്റ് 4 + 1 5. അടുത്തത് 6 + 2 8. അടുത്തത് 8 + 3 11. ഓക്കെ, In the staircase shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeters. How high from the ground would be someone climbing up after each step? Write these numbers as a sequence. ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്, അതായത് ഈ സ്റ്റെപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അത് 10 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റേഴ്സ്. ദെൻ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത്
17.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെയും അടുത്ത സ്റ്റെപ്പിൻ്റെയും ഒക്കെ ഹൈറ്റ് വരുന്നത് 17.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് ഹൈറ്റ് കൂടി കൂടി പോകുന്നത് എന്നുള്ളത് കണ്ടിട്ട് അതിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ദെൻ അടുത്തത് അതിൻ്റെ കൂടെ ഒരു 17.5 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ 10 + 17.5 സെൻറ്റിമീറ്റേഴ്സ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എത്ര വരും? ഈ 10 + 17.5ൻ്റെ കൂടെ വീണ്ടും ഒരു 17.5 കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു 17.5 കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എത്ര വരുന്നത്? 10, ദെൻ നെക്സ്റ്റ് 10 + 17.5 എന്ന് പറയുമ്പോൾ 27.5 എന്ന് വരും. ദെൻ 27.5ൻ്റെ കൂടെ വീണ്ടും ഒരു 17.5 കൂടി ആഡ് ചെയ്യുമ്പോൾ 45 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. Question number 5. In this picture, the perpendiculars to the bottom line are equally spaced. Prove that continuing like this, the length of the perpendiculars form an arithmetic sequence. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഒരു ബോട്ടം ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അതായത് ഇവിടെയുള്ള ഡിസ്റ്റൻസും ഇവിടെയുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഒക്കെ സെയിം ആണ്. ഓക്കെ, അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഹൈറ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഹൈറ്റും ഇതാണ് പെർപെൻഡിക്കുലറിൻ്റെ ഹൈറ്റ്സ്. ആ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആയിരിക്കും ഓരോ പെർപെൻഡിക്കുലേഴ്സ് നമ്മളുള്ളത് ഉണ്ടാവുക. അതായത് അടുത്തടുത്തുള്ള രണ്ട് പെർപെൻഡിക്കുലേഴ്സ്, അതായത് ഈ പെർപെൻഡിക്കുലറും തമ്മിലുള്ളൊരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ സെയിം ഹൈറ്റ് ഡിഫറൻസ് തന്നെയായിരിക്കും ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സ് തമ്മിലും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോരും. ഒരു സ്പെസിഫൈഡ് ആയിട്ടൊരു സെയിം പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഹൈറ്റ് ആയിരിക്കും കൂടി കൂടി വരുന്നുണ്ടാവുക ഓരോ പെർപെൻഡിക്കുലറിലും. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഈ പെർപെൻഡിക്കുലേഴ്സിനെ ഒന്ന് നമുക്ക് നെയിം ചെയ്യാം. ഇവിടെ നമുക്ക് P, Q, R, S എന്നങ്ങനെ നെയിം ചെയ്യാം. ഇവിടെ PQ എന്ന് പറയുന്നത് PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസും QR എന്ന് പറയുന്ന ഡിസ്റ്റൻസും RS എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കില്ലേ ഇവിടെ വരുന്ന ഡിസ്റ്റൻസും. ഓക്കെ, ഇതും ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ QR-ന് ഈക്വൽ ആയിരിക്കും ഇവിടെ വരുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അതേപോലെ തന്നെ RS-ൻ്റെ അവിടെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുകൂടെ നെയിം ചെയ്യാം. A, B, C, D, E, F, G. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ പെർപെൻഡിക്കുലേഴ്സിന് വരുന്ന ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന്. അതായത് ഇപ്പോൾ എ പി എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിൻ്റെ കൂടെ ഒരു BC ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ CQ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കിട്ടുന്നത്. അതേ ഹൈറ്റ് തന്നെ, അതായത് ഈ BC എന്ന് പറയുന്ന സെയിം വാല്യൂ തന്നെയായിരിക്കും ഈ ED എന്ന് പറയുന്ന വാല്യൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോഴല്ലേ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ്, അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി പോവുക. അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മളിതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ BC എന്ന് പറയുന്നത് DE എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ PQന് ഈക്വലാണ് AB എന്ന് പറഞ്ഞു. അപ്പോൾ PQ എന്ന് പറയാൻ നമുക്ക് AB എന്ന് കൊടുക്കാം. അതേപോലെ QR-ന് ഈക്വലാണ് CD. അപ്പോൾ AB ഈസ് ഈക്വൽ ടു CD. അതേപോലെ തന്നെ RS-ന് ഈക്വലാണ് EF. അപ്പോൾ നമുക്ക് AB ഈസ് ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു EF എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ
ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടോ, എ ബി സി. ഓക്കെ, ഈ ട്രയാങ്കിളും സി ഡി ഇ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയും സി ഡി ഇയും കൺസിഡർ ചെയ്യാം. ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ അല്ലേ, ഈ ലെങ്ത് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലൈൻ എന്ന് പറയുന്നതും ഒരു പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെയും 90 ഡിഗ്രി എന്ന് വരും. പിന്നെ എ ബി ഈക്വൽ ടു സി ഡി. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് കണ്ടു. അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രീസ്. ഓക്കെ, ഇനി ഈ ആംഗിൾ തന്നെയല്ലേ ഇവിടെയും വരിക. ഓക്കെ, അതേ ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എ, ആംഗിൾ സി ഇത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസും സിമിലർ ആണ്, അതായത് ഈക്വൽ ആയിരിക്കും. രണ്ടും സെയിം വാല്യൂസ് ആണ് വരുന്നത്. ഇവിടെ ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. ഈ ആംഗിൾസ് രണ്ടും 90 ആണ്. ഈ ആംഗിൾ ഈക്വൽ ആണ്, ഈ ആംഗിൾ ഈക്വൽ ആണ്. അതായത് ആംഗിൾ എ ആംഗിൾ സി ഈക്വൽ ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ദെൻ സൈഡ് എ ബിയും സൈഡ് സി ഡിയും ഈക്വൽ ആണ്. സോ നമുക്കിവിടെ എന്ത് പറയാം, സി ബി എന്ന് പറയുന്ന സൈഡ്, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ്, ഓക്കെ, സി ബി എന്ന് പറയുന്ന സൈഡ് ഇസ് ഈക്വൽ ടു ഇ ഡി, അതായത് രണ്ടാമത് കൺസിഡർ ചെയ്ത ട്രയാങ്കിളിൻ്റെ ഇ ഡി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ഈ ഹൈറ്റിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ എ പി എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിൻ്റെ കൂടെ ബി സി, അതായത് സി ബി സി എന്ന് പറയുന്ന ലെങ്ത്ത് ആഡ് ചെയ്തപ്പോഴാണ് നെക്സ്റ്റ് പെർപെൻഡിക്കുലർ കിട്ടിയത്. ഓക്കെ, ഈ സി ക്യു എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കിട്ടിയത്. ഇനി ഈ കിട്ടിയ പെർപെൻഡിക്കുലറിൻ്റെ കൂടെ ഈ ഇ ഡി ആഡ് ചെയ്യുമ്പോഴാണ്, ഇ ഡി എന്ന് പറയുന്നത് സി ബിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഈ കിട്ടിയ പെർപെൻഡിക്കുലറിൻ്റെ കൂടെ വീണ്ടും ഒരു സി ബി ആഡ് ചെയ്തപ്പോൾ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ കിട്ടി. ദെൻ അതേ പെർപെൻഡിക്കുലറിൻ്റെ കൂടെ വീണ്ടും ഈ സെയിം വാല്യൂ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പെർപെൻഡിക്കുലർ കിട്ടും. സോ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. അതായത് ഒരു പെർപെൻഡിക്കുലേഴ്സും ഒരു സെയിം വാല്യൂ ആണ്, സെയിം ഹൈറ്റ് ആണ് വീണ്ടും വീണ്ടും കൂടി വരുന്നത് എന്ന് പറയാം. ഓക്കെ, 6th question. The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഒരു സീക്വൻസിൻ്റെ. ഇനി ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ഓരോ ടേംസും നമ്മളെങ്ങനെ കാണാം. ഇവിടെ n എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ വാല്യൂസ് ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ടേംസ് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ടേം x1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, n is equal to 1 എന്നുള്ള വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് x1 കാണാം. x1 is equal to, ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ടേംസ് വരെയെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. എക്സാമിന് ചെയ്യുമ്പോൾ ഒരു 4 ടേംസ് വരെയൊക്കെ കണ്ടുപിടിക്കണം. സോ x1ൻ്റെ വാല്യൂ നോക്കാം. x1 is equal to n-ന് 1 എന്ന് കൊടുക്കാം. 1 ക്യൂബ് മൈനസ് 6 into 1 square. Okay, then plus 13 into 1 minus 7. അപ്പോൾ ഇതെന്ത് വരും, 1 ക്യൂബ് 1 ആണ്, മൈനസ് 6 into 1 square 1 ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് 6 പ്ലസ് 13 മൈനസ് 7. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ആദ്യം പോസിറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. 1 പ്ലസ് 13 14 വരും. ദെൻ നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, 6 and 7. സോ 13. സോ x1 എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ x2 കാണാം. x2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം, n is equal to 2 എന്നുള്ള വാല്യൂ കൊടുക്കണം. സോ x2 is equal to 2 ക്യൂബ് മൈനസ് 6 into 2 സ്ക്വയർ പ്ലസ് 13 into 2
മൈനസ് 7. സോ 2 ക്യൂബ് എന്ന് പറയുന്നത് 8 മൈനസ് 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 6 24 പ്ലസ് 13 ഇൻറ്റു 2 26 മൈനസ് 7. സോ ഇവിടെയും പോസിറ്റീവ് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുക, ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് ചെയ്യുക. 8 പ്ലസ് 26 എന്ന് പറയുമ്പോൾ 34 വരും. ദെൻ മൈനസ് 27ഉം 24ഉം 7ഉം ആഡ് ചെയ്യുക. സോ 31. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3 കിട്ടും. x2 is equal to 3. ഇനി അടുത്തതായിട്ട് തേർഡ് ടേം കാണണം. സോ n is equal to 3 കൊടുത്തു കഴിഞ്ഞാൽ x3 കിട്ടും. x3 എന്ന് പറയുന്നത് 3 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 3 മൈനസ് 7. സോ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 മൈനസ് 3 സ്ക്വയർ 9 ആണ്. 9 ഇൻറ്റു 6 54 പ്ലസ് 13 ഇൻറ്റു 3 39 മൈനസ് 7. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുക. 27 ആൻഡ് 39. അപ്പോൾ 66 കിട്ടും. ദെൻ മൈനസ് 54ഉം 7ഉം 61 കിട്ടി. സോ ഇവിടെ x3 എന്ന് പറയുന്നത് 5. ഇനി n is equal to 4 കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം ആയിട്ടുള്ള x4 കാണാം. സോ x4 is equal to 4 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7. ഇവിടെ 4 ക്യൂബ് 64 മൈനസ് 4 സ്ക്വയർ 16 ആണ്. 16 ഇൻറ്റു 6 എന്ന് പറയുന്നത് 96 പ്ലസ് 13 ഇൻറ്റു 4 52 മൈനസ് 7. സോ ഇവിടെ 64ഉം 52ഉം ആഡ് ചെയ്യുമ്പോൾ 116 എന്ന് വരും. മൈനസ് 96ഉം 7ഉം 103. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 116 മൈനസ് 103 എന്ന് പറയുന്നത് 13 എന്ന് വരും. അപ്പോൾ x4 is equal to 13 ആണ് കിട്ടിയത്. നമ്മൾ x1 കണ്ടത് 1 ആയിരുന്നു. ദെൻ x2 3, ദെൻ x3 5, x4 13. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതി നോക്കാം. 1 3 5 13 ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തേർഡ് ടേംസ് വരെ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ഫോർത്ത് ടേമും കൂടി കണ്ടതുകൊണ്ടാണ് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്നുള്ളത് മനസ്സിലായത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ടേംസ് എങ്കിലും കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ തേർഡ് ടേംസ് വരെ മാത്രം കണ്ടുവച്ചിട്ട് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ ഡിഫറൻസ് 2 ആണ് വരുന്നത്. ഇവിടെ 2 ആണ്. അതേപോലെ 5 മൈനസ് 3 വരുന്നതും 2 ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കും. സോ നമ്മൾ ഫോർത്ത് ടേമും കൂടി കണ്ടപ്പോഴാണ് ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ടേംസിൻ്റെതെങ്കിലും നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കാരണം ഇവിടെ 13 മൈനസ് 5 വന്നു, അത് 8 ആണ്. ദെൻ 5 മൈനസ് 3 അത് 2 ആണ്. സോ ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലല്ലോ, ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ വന്നത്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ടേംസ് വരെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ക്ലിയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പൊസിഷൻസ് ആൻഡ് ടേംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കും അതിന് അണ്ടറിൽ വരുന്ന എക്സസൈസൊക്കെ നോക്കാം.